ചേട്ടാ, ഇന്ന് വൈകിട്ട് ഒരു സിഒസിൻ്റെ ഇതെടുത്തരാന്നാണ് പറഞ്ഞേക്കണേ. അങ്ങനെയാണെങ്കിൽ നാളെ വൈകിട്ടാകുമ്പോൾ ഫണ്ട് ഫുള്ളും ഒപ്പിച്ച് നാളെ വൈകിട്ട് സിഒസ് കളക്ട് ചെയ്യണം. ഇതിൽ ഇനി ഒരു മാറ്റവും വരരുത്. ഇന്ന് സിഒസ് ഒപ്പിച്ച് തന്നാൽ നാളെ ഫണ്ട് സെറ്റാക്കാമെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഒരു മാറ്റം വരുത്തരുത്. കാരണം നാളെ അവർക്ക് എങ്ങനെ വന്നാലും സിഒസ് ഫുള്ളും കളക്ട് ചെയ്തേ പറ്റൂ. ഇല്ല ചേട്ടാ, ഇതിൽ കൂടുതൽ എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇന്നലെ മുതൽ ഞാൻ രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും അപ്പോയിന്റ്മെന്റ് കിട്ടും, എപ്പോൾ വേണമെങ്കിലും അപ്പോയിന്റ്മെന്റ്. അപ്പോൾ ചേട്ടന് എപ്പോൾ കിട്ടും എന്ന് വിചാരിക്കുമ്പോൾ നാളെയാണോ ചേട്ടൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഞാൻ എന്താ വിചാരിച്ചു വെച്ചേക്കുന്നത്? അപ്പൊ എപ്പോഴാണെങ്കിലും നിങ്ങൾ പോകാൻ റെഡി ആണെന്നല്ലേ വിചാരിച്ച് നിൽക്കുന്നേ? ഇതിപ്പോ 8 മണി 8 to 9 മണിയാണ് അവർ ടൈം പറഞ്ഞേക്കുന്നത്. ചേട്ടാ, ഇനി മാറ്റാൻ പറ്റില്ല. കാരണം അവർ ഓൾറെഡി അപ്പോയിന്റ്മെന്റ് ഡേറ്റ് എഴുതി കഴിഞ്ഞു. ഇല്ല ചേട്ടാ, ഇതിൽ കൂടുതൽ എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇനി അവർക്ക് സിഒസ് ഇങ്ങനെ വെച്ച് നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ അവർ പറഞ്ഞു സിഒസ് വേണ്ട, അഡ്രസ്സ് മാത്രം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു വേണ്ട, നിങ്ങൾ സിഒസ് നിങ്ങൾ മേടിച്ച് നിങ്ങൾ കയ്യിൽ വെച്ച് നിങ്ങൾ കൊടുക്കാതിരിക്കുക ചെയ്യും. ഞങ്ങൾക്ക് നാളെ ഫുൾ എമൗണ്ടും കിട്ടി, സിഒസ് ഞങ്ങൾ ഇഷ്യൂ ചെയ്യുവാണ് എന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല ഇനി ഇതിനെന്തോ പറയണം. ചേട്ടാ, ഇന്ന് വൈകിട്ട് ഒരു സിഒസിൻ്റെ ഇതെടുത്തരാന്നാണ് പറഞ്ഞേക്കണേ. അങ്ങനെയാണെങ്കിൽ നാളെ വൈകിട്ടാകുമ്പോൾ ഫണ്ട് ഫുള്ളും ഒപ്പിച്ച് നാളെ വൈകിട്ട് സിഒസ് കളക്ട് ചെയ്യണം. ഇതിൽ ഇനി ഒരു മാറ്റവും വരരുത്. ഇന്ന് സിഒസ് ഒപ്പിച്ച് തന്നാൽ നാളെ ഫണ്ട് സെറ്റാക്കാമെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഒരു മാറ്റം വരുത്തരുത്. കാരണം നാളെ അവർക്ക് എങ്ങനെ വന്നാലും സിഒസ് ഫുള്ളും കളക്ട് ചെയ്തേ പറ്റൂ. ചേട്ടാ, ഇനിയിപ്പോ വീണ്ടും നമ്മൾ ഇങ്ങനെ അടിയുണ്ടാക്കി തർക്കിച്ചിട്ട് കാര്യമില്ല. അടുത്ത നീക്കം വേണം നോക്കാൻ. ഒരു 7 മണിക്ക് മുന്നെങ്കിലും ചേട്ടാ എന്റെ അടുത്ത് പറയണം ഫണ്ട് സെറ്റ് ആക്കാൻ പറ്റുമോ ഇല്ലേന്ന്. ബാക്കി അവരിപ്പോ എന്തായാലും അവർ പറഞ്ഞ പോലെ കൺഫർമേഷൻ അവർ മീറ്റിംഗിന് പൊക്കോണ്ടിരിക്കുവാണ്, അതായത് അപ്പോയിന്റ്മെന്റിന് അവർ പൊക്കോണ്ടിരിക്കുവാണ്. ബാക്കി ഇന്ന് ഫുൾ എമൗണ്ട് റെഡിയാണ്, ഇന്ന് സിഒസ് കൈമാറാന്ന് പറഞ്ഞ ഡീലാണ് അവർ പൊക്കോണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു എമൗണ്ട് റെഡി അല്ലാത്ത ഒരു സീനിൽ ഇനി അവിടെ ചെന്നിട്ട് അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ബാക്കി അവരുടെ ഭാഗത്തുനിന്ന് അവർ നോക്കിക്കോളാം. ചേട്ടാ, ഇതാണ് സംഭവം. വൈകിട്ട് ഫുൾ എമൗണ്ട് ആയിട്ട് പോവുക, അപ്പോയിന്റ്മെന്റ് കിട്ടിയ ഉടനെ അവർ അറിയിക്കും. ഫുൾ എമൗണ്ട് ആയിട്ട് പോവുക, സിഒസ് വെരിഫൈ ചെയ്യുക, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ബാക്കി എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ ആവാണ്ടിരിക്കാൻ ഒരു ചേട്ടൻ വിളിച്ചപ്പോഴും അതിന് മുന്നിലത്തെ മെസ്സേജിലും എല്ലാ മെസ്സേജിലും അവരുടെ വോയിസ് മെസ്സേജ് സഹിതം ഞാൻ അയച്ചു തന്നെയാണ്. ഇന്ന് ഇത് സോർട്ട് ഔട്ട് ആവും, ഇന്ന് നമ്മൾ സിഒസ് മേടിക്കും, ഇന്ന് ഇത് കൺഫേം ആവും. നീരജ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടതിന് ശേഷമൊക്കെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം. ഞാൻ ഇതിലൊക്കെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. ഞാൻ സ്റ്റോറി മാത്രമേ ഇട്ടിട്ടുള്ളൂ, അല്ലാതെ ഇവരെ ഒന്നും പറ്റിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരി സ്റ്റോറി മാത്രമല്ല ശ്രമിച്ചിട്ടുള്ളത്. ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പുള്ളിക്കാരി വരെ ഈ ഒരു തട്ടിപ്പിന് ഒരു ഭാഗമാണ്. പെട്ടെന്ന് പൈസ കൊണ്ട് കൊടുക്കും, ഇത്ര ദിവസമേ ഉള്ളൂ, ഇത്ര സമയമേ ഉള്ളൂ, നിങ്ങൾ പെട്ടെന്ന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി തന്നെ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ അടുത്ത് ആ ഒരു ഏജൻസി അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനർത്ഥം ഉണ്ടെങ്കിൽ പുള്ളിക്കാരി ഒരു സ്റ്റോറി ഇട്ട് മാത്രം പ്രൊമോട്ട് ചെയ്തതൊന്നുമല്ല, അല്ലാതെ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലപ്പം ഇവർ വിചാരിച്ച് കാണത്തില്ല ഇങ്ങനത്തുള്ള ഓഡിയോ ഒന്ന് പുറത്ത് വരും എന്നുള്ള കാര്യം. ഇപ്പോൾ എന്തായാലും ഈ ഒരു ഓഡിയോ ഒക്കെ പുറത്ത് വന്നേക്കുവാണ്. നീരജയ്ക്ക് ഇതിൽ നല്ലൊരു പങ്കുണ്ട്. ഇതിൽ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും എന്തുമാത്രം പുള്ളിക്കാരി ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ജസ്റ്റ് ഒരു സ്റ്റോറി മാത്രമല്ല ഈ ഒരു പുള്ളിക്കാരി ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും